ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മളിന്ന് ഞായറാഴ്ച സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയാണ്. എന്താ വെച്ചാൽ 7:30 മണിയാകുമ്പോഴേക്കും ഫുഡ് ഉണ്ടാക്കുന്നതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാനൊന്നും ഒരു നേരം കിട്ടാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞായറാഴ്ച ഞാൻ നെയ്പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പുട്ടുപൊടിയാണ് കേട്ടോ. പുട്ടുപൊടി കൊണ്ടാണ് ഇന്ന് നമ്മളിവിടെ നെയ്പത്തിരി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് പുട്ടുപൊടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 കപ്പ് പുട്ടുപൊടീൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/2 കപ്പ് നമ്മളെ പച്ചരിപ്പൊടി സാധാ പൊടി കേട്ടോ, അതൊരു 1/2 കപ്പും കൂടി വേണം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു 3 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, തിളച്ച വെള്ളം. അപ്പോൾ ഇത് തിളച്ച വെള്ളമാകുമ്പോൾ മാവ് നല്ല ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ അരിപ്പൊടി ചേർത്തത് കാരണം നമുക്ക് നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ വെള്ളം ചില പുട്ടുപൊടിക്ക് ചിലപ്പം വെള്ളം അധികം വേണ്ടി വരും. അപ്പം 3 കപ്പ് ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ ചിലപ്പോൾ ഒഴിച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് നമ്മൾ പാകത്തിന് അങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ മാവൊക്കെ നല്ലൊന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ 10 മിനിറ്റോളം ആയിട്ടുണ്ടേ മാവ് ഇങ്ങനെ വെച്ചിട്ട്. അപ്പോൾ മാവൊക്കെ ഒന്ന് നല്ലൊന്ന് സോഫ്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 4-5 പണ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ജീരകം ഇതിൽ ഇട്ട് അരക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ തനിച്ചാണ് ജീരകം ഇതിലേക്ക് ഇടുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങയും ചെറിയുള്ളിയും ചതച്ചത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ ജീരകം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ആദ്യം നെയ്പത്തിരിയൊക്കെ എങ്ങനെ ചുടുക എന്നുള്ളതൊന്നും ആദ്യമൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ല നൈസായിട്ട് തിന്നായിട്ട് പരത്തിയിട്ട് ചുട്ടപ്പോൾ ഭയങ്കര ഹാർഡായിട്ട് ഇങ്ങനെ പപ്പടം പോലെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അറിയില്ലല്ലോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്നും. അപ്പോൾ നമ്മൾ നെയ്പത്തിരിക്കുള്ള മാവൊക്കെ കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു പലകയിലേക്ക് വെച്ചിട്ട് എണ്ണ ഇട്ടിട്ടാണെങ്കിൽ അങ്ങനെയും പരത്തിയെടുക്കാം. അല്ലെങ്കിൽ കുറച്ച് അരിമാവ് ഇട്ടിട്ട് നമുക്കൊന്ന് മാവ് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ മാവ് പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് നല്ല കട്ടിക്ക് തന്നെ പരത്തണം കേട്ടോ. എന്നാലുള്ളൂ നമുക്ക് മുറിച്ചെടുക്കുമ്പോൾ നല്ല കനത്തിൽ കിട്ടുക. അല്ലെങ്കിൽ നമ്മൾ ഇത് ചുട്ടെടുക്കുമ്പോൾ കനം കുറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മൊരിഞ്ഞ് പോകും കേട്ടോ, ഉള്ളു സോഫ്റ്റും ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് കട്ടിക്ക് വേണം പരത്തിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കട്ടിക്കാണ് കേട്ടോ ഞാൻ പരത്തി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും കട്ടി വേണം കേട്ടോ ഇത് മുറിച്ചെടുക്കുമ്പോൾ, എന്നാലുള്ളൂ സോഫ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മാവെല്ലാം അങ്ങനെ പരത്തിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കി മാവും കൂടി ഞാൻ പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ അളവിൽ തന്നെ നമുക്ക് എടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ പത്തിരി നല്ല മൊരിഞ്ഞ് കിട്ടും. പുറം നല്ല മൊരിഞ്ഞ് കിട്ടും ചെയ്യും, ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പത്തിരി പൊടി വാട്ടുന്ന സമയത്തൊക്കെ എനിക്ക് പണ്ട് ചെയ്തൊരു കാര്യം ഇങ്ങനെ ഓർമ്മ വരുന്നു. എപ്പോൾ പത്തിരി ഉണ്ടാക്കാൻ നിൽക്കണം എനിക്കത് ഓർമ്മ വരും കേട്ടോ.
അപ്പോൾ ഞാൻ മക്കളോട് പറയും കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് പോയ സമയത്തൊക്കെ അന്നൊക്കെ 16 വയസ്സൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഉണ്ടാക്കുന്നത് അങ്ങനെ കഴിച്ചിട്ടൊക്കെ ഇങ്ങനെ രാവിലത്തെ ഫുഡും കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ ഉണ്ടാക്കാനൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതേ സമയത്ത് അപ്പോൾ അങ്ങോട്ട് പോയ സമയത്തൊക്കെ അവിടെ അധികവും പത്തിരി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുക. അപ്പോൾ ഒരു പ്രാവശ്യം ഒക്കെ ഉമ്മയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു പ്രാവശ്യം മാവ് ഇതേപോലെ വാട്ടിയെടുത്തപ്പോൾ ഒരുപാട് മാവ് അധികമായിട്ടോ വാട്ടിയെടുത്തപ്പോൾ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ചീത്ത പറയുമോ ഇല്ലേ എന്നുള്ളൊരു പേടിക്ക് ഞാൻ പിന്നെ അന്ന് അവിടെ കാപ്പിത്തോട് വന്നിട്ടോ. കാപ്പിത്തോട് വന്ന് താഴത്ത് 2 3 4 ബോൾ ഉണ്ടായിരുന്നു കേട്ടോ മാവ് ഉരുട്ടി എടുത്തപ്പോൾ. അപ്പോൾ കണ്ടെങ്കിൽ ചീത്ത പറയുമെന്ന് പേടിച്ചിട്ട് പിന്നെ 2 മാവിൻ്റെ ഉരുള ഞാൻ താഴേക്ക് ഉരുട്ടി വിട്ടു കേട്ടോ. ഇപ്പോഴും ഞാൻ മക്കളോട് പറയട്ടോ, അന്നത്തെ ഒരു പേടീൻ്റെ കൊണ്ട് ഉരുട്ടി വിട്ടതാണ്. ഇന്നത്തെ കാലത്ത് മക്കൾക്ക് പിന്നെ അങ്ങനത്തെ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ കുറേയൊക്കെ മക്കൾക്ക് ഇപ്പോൾ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ നോക്കി ഫുഡും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടാക്കാനും അറിയുന്നതുകൊണ്ട് ആ പേടിയൊന്നുമില്ല കേട്ടോ. പിന്നെ അന്നത്തെ കാലത്തൊക്കെ പിന്നെ നമ്മളെ അമ്മമാരും മറ്റുള്ളവരൊക്കെ പറയുന്ന അമ്മായിയമ്മ അങ്ങനെ ചീത്ത പറയും, അമ്മായിയമ്മ ഇങ്ങനെ പറയുന്നൊക്കെ ഉള്ളൊരു പറഞ്ഞ് കേട്ടിട്ടുള്ള പേടി കാരണം ഞാൻ എന്താ പറയുക എന്നുള്ളൊരു ഇതിൽ ഞാൻ കൊണ്ടുപോയി കളഞ്ഞതാണ് കേട്ടോ. പക്ഷെ ആരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഇപ്പം നേരൊക്കെയാണ് കേട്ടോ മക്കളോടൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ എപ്പോൾ പത്തിരി ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഓർമ്മ വരും കേട്ടോ. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഞാൻ പത്തിരി ഉണ്ടാക്കാൻ നിന്നപ്പോൾ അത് ഓർമ്മ വന്നപ്പോൾ ഞാനത് പറഞ്ഞതാണ് കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ നമ്മളെ നെയ്പത്തിരിയൊക്കെ പൊരിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ല പൊള്ളച്ച് വരുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ നെയ്പത്തിരിക്ക് ചിക്കൻ കറിയോ മുട്ടക്കറിയോ എന്താണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ തലേ ദിവസം ഒരു മുട്ടക്കറി ഉണ്ടാക്കിയിരുന്നല്ലോ, ആ കറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിക്ക് കൂട്ടാനായിട്ട് അപ്പോൾ കറി ഉള്ളത് കൊണ്ട് ഞാൻ വേഗം രാവിലെ പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പത്തിരിയൊക്കെ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഒന്ന് നോക്കണേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.